നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾക്കായി സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചേരും. ജില്ലാ നേതൃയോഗങ്ങൾ ചേർന്ന് പ്രാഥമിക നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിനെ അടിസ്ഥാനമാക്കിയാകും സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ചർച്ചകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച അനൗപചാരിക ചർച്ചകൾ പലതും നടന്നിട്ടുണ്ടെങ്കിലും സിപിഐഎം ഔദ്യോഗിക ചർച്ചകളിലേക്ക് കടക്കുന്നത് ഇതാദ്യമാണ്. സ്ഥാനാർത്ഥികളുടെ പേര് നേരിട്ട് പരിഗണിക്കുന്നതിന് മുൻപ് പൊതുമാനദണ്ഡങ്ങൾ നിശ്ചയിക്കുകയാണ് നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ മുഖ്യ അജണ്ട. തിരഞ്ഞെടുപ്പിൽ മുന്നണിയെ ആര് നയിക്കണം, PB അടക്കമുള്ള നേതൃസമിതികളിൽ നിന്ന് ആരൊക്കെ മത്സരിക്കണം എന്നതിലാകും ആദ്യം ധാരണ രൂപപ്പെടേണ്ടത്. 2 തുടർച്ചയായി മത്സരിച്ചവരെ ഒഴിവാക്കിയാണ് 2021 സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയത്. മുന്നണിയെ നയിക്കുന്ന ആളെന്ന നിലയിൽ പിണറായി വിജയന് ഇളവ് നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ടേം നിബന്ധന തുടരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ധാരണയിലെത്തും. KK ശൈലജ, TP രാമകൃഷ്ണൻ തുടങ്ങിയ സീനിയർ നേതാക്കൾക്കും മന്ത്രിമാരായ സജി ചെറിയാൻ, വീണ ജോർജ് എന്നിവർക്കും വീണ്ടും മത്സരിക്കണമെങ്കിൽ ഇളവ് അനിവാര്യമാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് വന്ന പട്ടികയിൽ നിലവിൽ KK ശൈലജയുടെ പേരില്ല. പലരുടെയും പേരുണ്ടാവില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ കേട്ടിരിക്കുന്നതും കണ്ടിരിക്കുന്നതും ശരിയായിരിക്കില്ല. ഞങ്ങളുടെ പാർട്ടി ഇത് സംബന്ധിച്ച് ആലോചന നടത്തി കഴിഞ്ഞിട്ടില്ല. നാളെ ഇതിൻ്റെ പ്രാഥമികമായ ആലോചന നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേ വരുന്നു. 2 ടേം നിബന്ധനയിൽ കഴിഞ്ഞ തവണ മാറ്റി നിർത്തിയ ഡോക്ടർ TM തോമസ് ഐസക്കിനെ പോലുള്ള നേതാക്കളെ വീണ്ടും മത്സരിപ്പിക്കുന്നതിലും നാളത്തെ സെക്രട്ടേറിയറ്റ് ധാരണയിലെത്തും. 75 വയസ്സ് പ്രായപരിധി പിന്നിട്ടവരെ മത്സരിപ്പിക്കുന്നതിലും തീരുമാനമുണ്ടാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശങ്ങൾ സംസ്ഥാന സമിതി അംഗീകരിക്കുന്നതോടെ മാത്രമേ അന്തിമ തീരുമാനം ഉണ്ടാകൂ. 2021 തെരഞ്ഞെടുപ്പിൽ പൊതുസ്വതന്ത്ര അടക്കം 86 സീറ്റിലാണ് CPM മത്സരിച്ചത്. ഇത്തവണയും അത്ര തന്നെ സീറ്റിൽ മത്സരിക്കാനാണ് ധാരണ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.